ഇടുക്കി മൂന്നാറിൽ KSRTC ആരംഭിച്ച റോയൽ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാൻ വൻ തിരക്ക്. 1.5 ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ ബസ്സിൽ യാത്ര ചെയ്തു കഴിഞ്ഞു. പൂജ അവധി കഴിയുന്നതോടെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ആകെ വരുമാനം 1 കോടി രൂപയിലേക്ക് അടുക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് KSRTC മൂന്നാർ ഡിപ്പോയിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. സർവീസിന് മികച്ച സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. മൂന്നാർ ഡിപ്പോയിൽ നിന്നും വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് KSRTC ട്രിപ്പുകൾ നടത്തുന്നുണ്ട്. ഇതിനു പുറമെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഡബിൾ ഡെക്കർ സർവീസ് തുടങ്ങിയത്. 1.5 ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ ബസ്സിൽ യാത്ര ചെയ്തു കഴിഞ്ഞു. പൂജാവധി കഴിയുന്നതോടെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ആകെ വരുമാനം 1 കോടി രൂപയിലേക്ക് അടുക്കുമെന്നാണ് പ്രതീക്ഷ. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാ ദിവസവും തന്നെ നമ്മുടെ ഡബിൾ ഡെക്കർ ഫുള്ളാണ്. അത് 3 ട്രിപ്പ് ഫുള്ളാണ്. പിന്നെ ചില ദിവസങ്ങളിലുള്ള ഡീലല്ല. എന്നാൽ പോലും ഇപ്പൊ നമ്മൾ 80 ലക്ഷത്തിന് മേലെ എത്തിയിരിക്കുകയാണ് നമ്മുടെ കളക്ഷൻ. ഈ സീസണോടുകൂടി നമ്മുടെ ഈ നവരാത്രിയോടുകൂടി 1 കോടി രൂപയുടെ അടുത്ത് എത്താൻ സാധ്യതകൾ കാണുന്നുണ്ട്. അതാണ് നമുക്കിപ്പോ നല്ലൊരു പ്രതികരണമാണ്. ഇപ്പൊ വന്നാൽ വീണ്ടും വരാനും കൂടെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മുടെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു എന്നാണ്. ഇത് തുടങ്ങിയ കാലം പോലെ ഞങ്ങൾ ഒരു 4 പേരാണ് ഇപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ്ങാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച് ഡബിൾ ഡെക്കറിലെ യാത്ര വർണ്ണനാതീതമാണ്. ബസിന്റെ മുകൾ ഡെക്കറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് 400-ഉം താഴത്തെ നിലയിൽ 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 9, പിന്നീട് 12:30, വൈകിട്ട് 4 എന്നീ സമയങ്ങളിലാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആനിറങ്കൽ അണക്കെട്ടിലേക്ക് ബസ് യാത്ര തിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.